ഇത് ഏതെങ്കിലും സിനിമയിലെ സീനോ വീഡിയോ അല്ല, ഇറാനിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഇസ്രായേൽ വ്യോമാക്രമണം ആദ്യമായി ഇത്ര വലിയ തോതിൽ സിവിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ലക്ഷ്യമിട്ടിരിക്കുന്നു. 4 വലിയ ഓയിൽ സ്റ്റോറേജ് ടാങ്കുകൾക്ക് മുകളിലാണ് ബോംബുകൾ വർഷിച്ചത്. കാണുമ്പോൾ വിശ്വസിക്കാനാകാത്ത തരം അത്രയ്ക്ക് ഭയാനകരമായ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. എന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന കാര്യം, ഈ എണ്ണയും രാസവസ്തുക്കളും ആകാശത്തേക്ക് ഉയർന്ന് മേഘങ്ങളുമായി കലർന്നു. ഇന്ന് ഇറാനിൽ ബ്ലാക്ക് ആസിഡ് റെയിൻ അഥവാ കറുത്ത നിറത്തിലുള്ള അമ്ലമഴയാണ് പെയ്യുന്നത്. ആകാശത്തു നിന്ന് എണ്ണത്തുള്ളികൾ ഇറ്റു വീഴുന്നു. ഇത് അത്യന്തം വിഷാംശമുള്ളതാണെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. എല്ലാവരും വീടുകളിൽ തന്നെ കഴിയണമെന്നും പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും മുന്നറിയിപ്പ് ആരോഗ്യ വിദഗ്ധർ നൽകുന്നു. ഇതോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ഉപ്പുവെള്ളം ഉപയോഗിച്ച് തൊണ്ട ഗാർഗിൾ ചെയ്യാനും അറിയിക്കുന്നു. ഇതുകൊണ്ട് ശരീരത്തിനുള്ളിലെത്തിയ എണ്ണമയമുള്ള കരിയുടെ അംശങ്ങൾ നീക്കം ചെയ്യാമെന്ന് അറിയിക്കുന്നു. ഈ മഴ നേരിട്ട് ശരീരത്തിൽ പതിച്ചാൽ കെമിക്കൽ ബേണുകൾക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും കാരണമാകാം. ഈ മഴ പെയ്യുന്ന ടെഹ്റാനിൽ 1 കോടിയിലധികം ജനങ്ങളാണ് ജീവിക്കുന്നത്. ഇതിലേറ്റവും വലിയ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാനാണ് തങ്ങൾ ഈ യുദ്ധം ചെയ്യുന്നതെന്നാണ് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ പറയുന്ന സ്വാതന്ത്ര്യം? ഈ യുദ്ധം വളരെ ഭയാനകരമായ ഒരു അവസ്ഥയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലെയും ബഹ്റൈനിലെയും കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾക്ക് നേരെയാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. ഈ പ്ലാന്റുകൾ തകർന്നാൽ അവിടെ ശുദ്ധജലത്തിന് വലിയ ക്ഷാമം തന്നെ നേരിടേണ്ടി വരും. ഓരോന്നായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം അവസാനിപ്പിച്ചേ മതിയാവും.